സിറ്റ് ഔട്ടിലിരുന്ന് ഭദ്ര ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരാൾ അവിടേക്ക് കയറി വന്നത്. പെട്ടെന്ന് അവിടെ വെച്ച് അയാളെ കണ്ടതിൻ്റെ ഷോക്കിൽ ഭദ്ര വെപ്രാളപ്പെട്ട് അകത്തേക്കൊന്ന് എത്തി നോക്കി. പിന്നെ കണ്ണുരുട്ടിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് അവൾ ഇറങ്ങിച്ചെന്നു. ഉള്ളിത്തുണി കൊണ്ട് ഒരു തലയിൽ കെട്ടും നിറം മങ്ങിയൊരു പഴയ ഷർട്ടും ലുങ്കിയുമായിരുന്നു അയാളുടെ വേഷം. കാഴ്ചയിൽ തന്നെ അയാൾ ഒരു തമിഴനും പാമ്പുപിടുത്തക്കാരനുമാണെന്ന് തോന്നിപ്പോകും. കാരണം അയാളുടെ കയ്യിൽ ഊതിത്തഴക്കം വന്ന ഒരു മകുടി കൂടി ഉണ്ടായിരുന്നു. ഭദ്രയെ കണ്ട വിനയത്തോടെ അയാളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവളിൽ നിന്നും അയാൾക്ക് കിട്ടിയത്. താൻ എന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാവുമെന്ന് തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞ കാശും പണമൊക്കെ തനിക്ക് ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞതുമാണ്. ഇനിയും എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നത്? அம்மா, நீங்க சொன்னது சரிதான். ஆனால் எனக்கு இந்த பைசா வேண்டான்னு நான் சொல்கிறதுக்கு தான் இப்போ இங்கே வந்தேன். எனக்கு பாம்பு மட்டும் கிடைச்சா போதும் அம்மா. வேற எதுவும் எனக்கு தேவையில்லை. அது என்னோட பொழப்புமா. எப்படியாவது நீங்கள் അതിനെ திரும்பி தந்தா உங்களுக்கு கோடி പുണ്യം കിടക്കും അമ്മ. കൈകൂപ്പിക്കൊണ്ട് അയാൾ അവൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ യാതൊരു ദയയും മുഖത്ത് കാണിക്കാതെ ഭദ്ര വീണ്ടും അയാൾക്ക് നേരെ ചാടിക്കടിക്കാൻ തുടങ്ങി. ഓ പിന്നെ, തൻ്റെ പുണ്യം കിട്ടിയിട്ടൊന്നും ഈ ഭദ്രയ്ക്ക് ജീവിക്കേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. തൻ്റെ പാമ്പിനെ കണ്ടുപിടിക്കാൻ എനിക്കിപ്പോൾ ഒട്ടും സൗകര്യമില്ല. തൻ്റെ പാമ്പ് ചെയ്ത പണിക്കുള്ള കൂലി ഞാൻ എപ്പോഴേ തനിക്ക് തന്നു കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് ഓരോന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണാൻ വന്നേക്കരുത്. കാണാതായ പാമ്പിനെ കണ്ടുപിടിച്ച് തരുന്നതല്ല എൻ്റെ ജോലി. അതിനെ താൻ തൻ്റെ മകുടി ഊതി എവിടെയെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വന്നോ. മേലാൽ ഈ പേരും പറഞ്ഞ് താൻ എന്നെ ഇവിടേക്ക് കാണാൻ വരരുത്, കേട്ടല്ലോ? കണ്ണു തുറപ്പിച്ചുകൊണ്ട് അവളത് പറയവേ അയാളുടെ മുഖം ആകെയൊന്ന് നിരാശയിലാണ്ടു. കണ്ണു തുടച്ചുകൊണ്ട് ഒന്നും പറയാതെ തിരിച്ചു നടന്നു പോകുന്ന അയാളെ നോക്കി ഭദ്ര ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും സുധാകരൻ എന്ന അവളുടെ അച്ഛൻ്റെ മുഖത്തേക്കായിരുന്നു. ഇരു കൈയും പിറകിലേക്ക് കെട്ടി അവളുടെ നേരെ തറപ്പിച്ചൊരു നോട്ടം അയാൾ നോക്കിയതും ഭദ്രയുടെ മുഖം അറിയാതെ ഒന്ന് കുനിഞ്ഞു പോവുകയായിരുന്നു. അച്ഛൻ്റെ ആ നോട്ടത്തെ നേരിടാനാവാത്ത പ്രയാസത്തോടെ ഭദ്ര അവിടെ നിന്നും അകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴാണ് സുധാകരൻ അവളെ മനഃപൂർവ്വം തടഞ്ഞു നിർത്തിയത്. നിൽക്ക്, ഇപ്പൊ ഇവിടേക്ക് വന്നു പോയത് ആരാ? എന്താ നെയ്യും അയാളും തമ്മിലുള്ള പ്രശ്നം? അത് അയാൾ ഏതോ വഴി ചോദിച്ചു വന്നതാ. ഞാൻ അറിയില്ലെന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയക്കുകയും ചെയ്തു. യാതൊരു കൂസലുമില്ലാതെ അവൾ മറുപടി പറഞ്ഞു. വീണ്ടും അകത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും സുധാകരൻ അതിനവളെ അനുവദിച്ചില്ല. ഈ സമയത്താണ് അകത്തുനിന്നും വനജയും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത്. അച്ഛനും മകളും തമ്മിലുള്ള സംസാരത്തെ ഗവനിച്ചുകൊണ്ട് വനജയും ഭദ്രയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിലും ഈയിടെയായിട്ട് സുധേട്ടന് നമ്മുടെ മോളെ വലിയ സംശയമാണ്. അവളുടെ മനസ്സിലെ നീറ്റിലൊന്നും ഒരു അച്ഛനായ നിങ്ങളൊരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. ദേ വനജെ, നീ കാര്യം അറിയാതെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ അച്ചുവിനെ കണ്ടിരുന്നു. അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാന്നാ പറഞ്ഞത്. അനന്തുവിൻ്റെ ഭാര്യയെ പാമ്പ് കടിച്ച് ആ കുട്ടിയെ സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണത്രേ. കോളേജിൽ നിന്നും ആ കുട്ടിക്ക് അങ്ങനെ ഒരു അപകടം പറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ചതിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓ, എന്ത് സംശയം? എൻ്റെ മോളെ കരയിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും അവൾക്കത്. അങ്ങനെ കരുതിയാൽ മതി. ഇതോടെ ആ നാശം പിടിച്ചവള് അങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭഗവാന്റെ മുൻപിൽ ചെന്ന് 101 നാളികേരങ്ങ് ഉടയ്ക്കും. വനജേ! ഒരലർച്ചയോടെ അയാൾ മുഷ്ടി ചുരുട്ടി പിടിച്ച് കണ്ണ് തുറിപ്പിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ നിലക്കി നിർത്താൻ ശ്രമിച്ചെങ്കിലും അത് കാര്യമാക്കാതെ അവർ പിന്നെയും മകളെ സപ്പോർട്ട് ചെയ്ത് നിന്നു. നിങ്ങളിങ്ങനെ ഒച്ചയിട്ട് പേടിപ്പിച്ചാലൊന്നും ഈ വനജ പേടിക്കില്ല സുധാകരേട്ടാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. നീ ഇതൊന്നും കാര്യമാക്കണ്ട മോളെ. അവൾ മരിച്ചു കിട്ടിയാൽ പിന്നെ എൻ്റെ മോള് തന്നെയായിരിക്കും അവൻ്റെ ഭാര്യയായി വീണ്ടും കൈലാസത്തിലേക്ക് കയറി ചെല്ലുന്നത്. ഈ അമ്മയ്ക്ക് അത് ഉറപ്പുണ്ട്. ആ അതെ അതെ, അങ്ങനെ സ്വപ്നവും വാഗ്ദാനവും ഒക്കെ നൽകി ഇനിയും നീ അവളെ കൂടുതൽ വഷളാക്ക് വനജേ. നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടതിന് പകരം ഇങ്ങനെ വിഷം കുത്തിവെക്കാൻ മാത്രമേ നീ എന്നും ശീലിച്ചിട്ടുള്ളൂ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതിൻ്റെ പിറകിൽ ഇവളെങ്ങാനുണ്ടെന്ന് ഞാൻ അറിയാനിടയായാൽ ഇതുവരെ കണ്ടിരുന്ന സുധാകരനെ ആയിരിക്കില്ല പിന്നെ അമ്മയും മോളും കാണാൻ പോകുന്നത്. അതും കൂടി ഓർത്തു വെച്ചോ രണ്ടാളും. അയാൾ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അതും പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ തൻ്റെ അടിവയറ്റിൽ നിന്നും അറിയാതെ ഒരു കാളൽ അനുഭവപ്പെട്ടതുപോലെയാണ് ഭദ്രയ്ക്ക് തോന്നിയത്. എങ്കിലും അവളത് അമ്മയുടെ മുന്നിൽ പ്രകടിപ്പിച്ചിരുന്നില്ല.
ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ വീണ്ടും ആ നിൽപ്പ് തുടരുകയായിരുന്നു. അച്ഛൻ പറയുന്നത് കേട്ട് നീ പേടിക്കൊന്നും വേണ്ട മോളെ. എൻ്റെ മോളെ വേദനിപ്പിച്ചതിൻ്റെ തിരിച്ചടി അവൾക്ക് കൊടുക്കണേ എന്ന് ഈ അമ്മ എപ്പോഴും മനസ്സുരുകി പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ തെളിവായി ഇപ്പോൾ സംഭവിച്ചത്. എന്തായാലും എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇത്രയും നാളുകൾക്ക് ശേഷം ഇന്നൊരു നല്ല വാർത്ത എൻ്റെ ചെവിയിൽ കേട്ടത്. അതിൻ്റെ സന്തോഷത്തിൽ അമ്മ എന്തായാലും ഒരല്പം പായസം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. മോള് ഇവിടെ ഇരിക്കി, അമ്മ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി കൊണ്ടുവരാം. അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് വനജ അത് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള പേടിയോടെ അമ്മയ്ക്ക് മുൻപിൽ ഒരു പുഞ്ചിരി വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു അവൾ അന്നേരം. ഐസിയുവിനെ ലക്ഷ്യം വെച്ച് അച്ഛൻ അവിടേക്ക് നടന്നു വരുമ്പോഴാണ് അതിനു മുൻപിൽ തല താഴ്ത്തിയിരിക്കുന്ന തൻ്റെ അനിയൻ അനന്തുവിനെ അവൻ കണ്ടത്. അവൻ്റെ ആ ഇരുത്തം അച്ചുവിനെ ഏറെ വിഷമത്തിലാക്കിയിരുന്നു. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള വെമ്പലോടെ അച്ചു അവിടേക്ക് ഓടിയെടുത്തിട്ടും ഏട്ടൻ മുന്നിൽ വന്നു നിന്നത് അനന്തു അപ്പോഴും അറിഞ്ഞിരുന്നതേയില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് തല താഴ്ത്തിയിരിക്കുന്ന അവൻ്റെ മുടിയിഴകളിൽ അച്ചു പതിയെ ഒന്ന് തലോടിയപ്പോഴാണ് അനന്തു ഒരു ഞെട്ടലോടെ കണ്ണു തുറന്ന് തല ഉയർത്തി നോക്കിയത്. വേദനയ്ക്കിടയിൽ അവനോട് പുഞ്ചിരിക്കാൻ പാടുപെടുന്ന തൻ്റെ അച്ചുവേട്ടൻ്റെ മുഖം കണ്ട ഉടനെ എല്ലാം മറന്നുകൊണ്ട് അവൻ കണ്ണീരോടെ അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിക്കുകയായിരുന്നു. അച്ചുവേട്ട, എൻ്റെ വേദ അകത്ത്. വാക്കുകൾ ഇടറിയും മുറിഞ്ഞും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ ആശ്വസിപ്പിക്കാനാവാതെ നെഞ്ചു പിടച്ചുകൊണ്ടാണ് അച്ചു അന്നേരം അവനെ തൊട്ടൊഴിഞ്ഞത്. ഏറെ നാളുകൾക്ക് ശേഷം പരസ്പരം മനസ്സറിഞ്ഞ് അവർ ആ വേദനകളെല്ലാം പങ്കിടാൻ ശ്രമിക്കുമ്പോൾ അതുവരെ അവർക്കുള്ളിൽ തിങ്ങിയിരുന്ന ഭാരം എല്ലാം അവർ മെല്ലെ ഇറക്കി വയ്ക്കുകയായിരുന്നു. ഏട്ടൻ്റെയും അനിയൻ്റെയും ഒത്തുചേരൽ കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് വരുണു അവിടേക്ക് വന്നത്. അച്ചുവേട്ടൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു കിടക്കുന്ന അനന്തുവിനെ കണ്ടപ്പോൾ അവനൊരൽപ്പം വിഷമം തോന്നിയെങ്കിലും ആ കൂടിച്ചേരൽ അവൻ്റെ മനസ്സിനും വലിയൊരു ആശ്വാസം പകരുകയായിരുന്നു. വേദയുടെ കൂടെയുള്ളവർ ആരാ? ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഐസിയുവിന് പുറത്തേക്ക് തലയിട്ട ഒരു സിസ്റ്റർ പെട്ടെന്ന് അങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടയുടൻ ശ്വാസം വീണ്ടെടുത്തതുപോലെയാണ് അനന്തു അവിടെ നിന്നും എഴുന്നേറ്റ് സിസ്റ്ററുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ഞാൻ വേദയുടെ ഹസ്ബൻഡാണ് സിസ്റ്റർ. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ സിസ്റ്റർ? കണ്ണുകളിൽ ആകാംക്ഷ നിറച്ചുകൊണ്ടുള്ള അവൻ്റെ ആ ചോദ്യം കേട്ടതും സിസ്റ്റർ വേഗം ഡോറിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഡോക്ടർ അകത്ത് പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ. ബോധം തെളിഞ്ഞപ്പോൾ ആ കുട്ടി ആദ്യം അന്വേഷിച്ചത് നിങ്ങളെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഡോക്ടർ ആവശ്യപ്പെട്ടത്. സിസ്റ്റർ അത് പറയവേ അനന്തു അച്ചുവിൻ്റെയും വരുണിൻ്റെയും മുഖത്തേക്ക് ഒരു പ്രതീക്ഷയോടെ ഒന്ന് നോക്കി. ചെന്ന് കണ്ടിട്ട് വാടാ എന്ന് അച്ചുവേട്ടൻ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തട്ടി പറയുക കൂടി ചെയ്തപ്പോൾ തൻ്റെ പെണ്ണിനെ കാണാനുള്ള തിടുക്കവും കൊതിയും അവൻ്റെ കണ്ണുകളിലേക്ക് അന്നേരം പാഞ്ഞു കയറുകയായിരുന്നു. ശീതീകരിച്ച മുറിയുടെ തണുപ്പിലേക്ക് അവൻ്റെ കാലടികൾ ചെന്ന് പതിച്ചപ്പോഴാണ് തൻ്റെ പെണ്ണ് അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അവൻ വേദനയോടെ നോക്കി കണ്ടത്. കണ്ണുകൾ അടച്ചുകൊണ്ട് മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടെ ഇരുമ്പുകട്ടിലിൽ നിശ്ചലയായി കിടക്കുന്ന വേദയുടെ കിടപ്പ് അവൻ്റെ ഹൃദയത്തെ ഒരു നിമിഷം സ്തംഭിച്ചു നിർത്തിയതുപോലെ അവന് തോന്നിപ്പോയി. ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ടുള്ള അവൻ്റെ ആ നിൽപ്പ് കണ്ടാണ് പെട്ടെന്ന് ഡോക്ടർ അനന്തുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നത്. തൻ്റെ പ്രാർത്ഥന ഈശ്വരന്മാർ കേട്ടെന്ന് കൂട്ടിക്കോളൂ മിസ്റ്റർ അനന്തനാരായണൻ. വേദയ്ക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും മരുന്നുകളുമായുള്ള പൊരുത്തപ്പെടലിൻ്റെ ക്ഷീണത്തിലാണ് ആ കുട്ടിയുടെ മനസ്സും ശരീരമൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു അസ്വസ്ഥതയും തളർച്ചയും ഒഴിച്ചാൽ തൻ്റെ വൈഫ് അധികം വൈകാതെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ചെന്ന് കണ്ടോളൂ താൻ. പിന്നെ അധിക നേരം സംസാരിച്ച് പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കാതെ നോക്കണം. ഓക്കെ? അനന്തുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഡോക്ടർ അത് പറയവേ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ ഒരു നനവ് പടർന്നു പിടിക്കുന്നത് പോലെ അവന് തോന്നി. തോന്നലല്ല, അത് ശരിക്കും സത്യം തന്നെയായിരുന്നു. തൻ്റെ പ്രാണനായവളെ തിരികെ നൽകിയ ഈശ്വരൻ്റെ അവതാരം തന്നെയാണിതെന്ന വിശ്വാസത്തിൽ അവൻ ഡോക്ടർക്ക് മുന്നിൽ സന്തോഷത്തോടെ കൈകൂപ്പി തൊഴുതു നിന്നപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും പറയാൻ അദ്ദേഹവും ശ്രമിച്ചില്ല. കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം അവൻ വേദയ്ക്കരികിലേക്ക് ചെന്നിരുന്നപ്പോൾ അവളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം പോലും ആ നിശബ്ദതയിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു. അന്നേരം അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവനൊന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും തൽക്കാലം തനിക്ക് അതിന് സാധിക്കില്ലല്ലോ എന്ന വേദനയോടെ അവൻ അവളുടെ കൈവിരലുകളിൽ പതിയൊന്ന് സ്പർശിച്ചുകൊണ്ട് അവളെ മെല്ലെയൊന്ന് വിളിച്ചുണർത്താനായി ശ്രമിച്ചു. വേദേ. ആ വിളി കേട്ട ഉടനെ അവളുടെ വിരലുകൾ പതുക്കെ ഒന്നനങ്ങി.
മിഴികൾ മെല്ലെ തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളൊന്ന് അനങ്ങിയപ്പോഴേക്കും സന്തോഷത്തോടെ അവൻ അവളുടെ കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. സ്നേഹത്തോടെ ഒന്ന് അവളെ നോക്കി. എല്ലാം തിരിച്ചറിഞ്ഞതുപോലെ അവളൊന്ന് പുഞ്ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളം കൈയിലെ ചൂട് മുറുക്കി പിടിക്കാനുള്ള ശ്രമത്തിലായുള്ളൂ അവൾ അന്നേരം. വാടിത്തളർന്ന അവസ്ഥയിൽ തൻ്റെ മുന്നിലിരിക്കുന്ന അവൻ്റെ ആ മുഖം കണ്ടപ്പോഴേ അവളുടെ മനസ്സും ആകെയൊന്ന് വല്ലാണ്ടായി. എങ്കിലും അവൾ അത് പുറമേ കാണിച്ചില്ല. അയ്യേ, എൻ്റെ അന്തേട്ടന് ഈ സങ്കടം നിറഞ്ഞ ഭാവം ഒട്ടും ചേരുന്നില്ല കേട്ടോ. ഇങ്ങനെ തളരാൻ മാത്രം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അനന്തേട്ടാ. ക്ഷീണം ബാധിച്ച ശബ്ദത്തോടെ അവൾ അത് പറയുമ്പോൾ അവൻ അവളുടെ മുടിയിലൊന്ന് പതുക്കെ തലോടി കൊടുത്തു. ശരിയാ, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ അനന്തേട്ടൻ ഇങ്ങനെ കൂടെയുള്ളപ്പോൾ എൻ്റെ പെണ്ണിന് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂടോ? ചെറിയൊരു ക്ഷീണം, ഇതത്രേ ഉള്ളൂ, അങ്ങനെ കരുതിയാൽ മതി. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് സിസ്റ്റർ അവിടേക്ക് വന്ന് അനന്തുവിനോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടത്. പേഷ്യൻറ്റിന് ഒരുപാടധികം സ്ട്രെയിൻ കൊടുക്കരുതെന്ന നിർദ്ദേശം കൂടി കേട്ടപ്പോൾ അവൾക്കരികിൽ നിന്നും പോകാനുള്ള മനസ്സില്ലാതിരുന്നിട്ടും കൂടി അവിടെ നിന്നും എഴുന്നേൽക്കാൻ അവൻ നിർബന്ധിതനാവുകയായിരുന്നു. പിന്നെയൊട്ടും വൈകാതെ അവൻ തൻ്റെ ഉള്ളം കൈയിൽ നിന്നും പതി അവളുടെ കൈയടർത്തി മാറ്റി അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ നെറുകയിൽ വീണ്ടും ഒന്ന് തലോടിയ ശേഷം അവൻ അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ തൻ്റെ കണ്ണുകളിലെ നോട്ടം എത്തും വരെയും വേദ അവനെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു. വേദയെ കണ്ട് തിരിച്ചിറങ്ങിയ അനന്തുവിൻ്റെ മുഖത്ത് ഒരു പുതുജീവൻ കിട്ടിയ പ്രതീതിയായിരുന്നു. എന്നാൽ അപ്പോഴും തൻ്റെ പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകാൻ കാരണം എന്തായിരിക്കും എന്ന് മാത്രമായിരുന്നു അവൻ്റെ ചിന്തകളിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. ഐസുവിന് പുറത്തേക്കിറങ്ങിയ പാടെ അവൻ്റെ അരികിലേക്ക് അച്ചുവും വരുണും ചെന്ന് കാര്യങ്ങളെല്ലാം തിരക്കാൻ ശ്രമിച്ചു. വേദയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ അവരെല്ലാം സമാധാനിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ടീച്ചേഴ്സും അവൻ്റെ അടുത്തേക്ക് വന്നത്. അനന്തൻ, വേദയ്ക്ക് ബോധം തെളിയാൻ വേണ്ടിയായിരുന്നു ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ കുട്ടിയുടെ ജീവന് ആപത്തൊന്നുമില്ലാതെ തിരിച്ചു കിട്ടിയല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. ഇനിയും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. കോളേജിലേക്ക് തിരിച്ചു ചെന്ന് പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അതിനൊപ്പം വേദയുടെ ക്ലാസ് മുറിയിലെ CCTV ഫുട്ടേജ് കൂടി ഞങ്ങൾക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് സാവകാശം ഞങ്ങൾക്ക് വേണം. സംശയിക്കുന്ന തരത്തിലുള്ള എന്ത് വിവരങ്ങൾ കിട്ടിയാലും ഞങ്ങൾ ഉടനെ തന്നെ അനന്തനെ വിളിച്ച് വിവരം അറിയിക്കാം. അതുവരെ താങ്കൾ ഒന്ന് സമാധാനപ്പെടണം. വളരെ വിനയത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ട് ടീച്ചേഴ്സ് അവിടെ നിന്നും യാത്ര പറയാനൊരുങ്ങുമ്പോൾ അനന്തവും തലയാട്ടിക്കൊണ്ട് അവർക്ക് സമ്മതം നൽകുകയായിരുന്നു. 2 ദിവസത്തെ നിരീക്ഷണത്തിനു ശേഷം വേദയെ അവർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഐസിയുവിനകത്തു നിന്നും പുറത്തിറങ്ങിയതിൻ്റെ ആശ്വാസം മുഖത്തുണ്ടായിരുന്നെങ്കിലും വീട്ടിലേക്ക് എത്തിക്കിട്ടാത്തതിൻ്റെ മനപ്രയാസമായിരുന്നു അവൾക്ക് കൂടുതലായും അനുഭവപ്പെട്ടത്. കട്ടിലിൽ കെട്ടിയിട്ടതുപോലെ വീർപ്പ് മുട്ടിക്കിടക്കുന്നവളെ നോക്കി അനന്തു അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചതും വേദം മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി. അതിനിടയിലാണ് അവൻ മരുന്നുമായി അവളുടെ അടുത്തേക്ക് ചെന്നത്. അതുകൂടി കണ്ടതോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് മുഖം പിന്നോട്ട് വലിച്ചു. ഇനിയും ഞാൻ മരുന്ന് കഴിക്കണോ അനന്തേട്ടാ? പിന്നെ ഇവിടെ തന്നെ കിടക്കാനാണോ എൻ്റെ പ്രിയതമ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്? ആണെങ്കിൽ പറയണം, എനിക്ക് കൂട്ടിന് വേറെ ആളെ കിട്ടുമോ എന്ന് നോക്കാലോ. പണിയെടുത്ത് ക്ഷീണിച്ച് കയറി വരുന്ന ഈ ചേട്ടന് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ഇനി ആളില്ലാണ്ടിരുന്ന അത് ശരിയാവില്ലല്ലോ മോളെ. മുഖത്ത് ഗൗരവം ഭാവിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ വേദ അവനെ കണ്ണു ചുരുക്കിക്കൊണ്ടൊന്ന് നോക്കി. ആഹാ, അത് ശരി. അപ്പോൾ അനന്തേട്ടന് വെള്ളമെടുത്ത് തരാൻ വേണ്ടി മാത്രമാണോ എന്നെ കൂടെ കൂട്ടിയത്? ആ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അവളെ മനഃപൂർവ്വം ചുണ്ടി പിടിപ്പിക്കുന്നത് രസം കണ്ടുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നതും വേദ പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ട് പരിഭവത്തോടെ മിണ്ടാതിരുന്നു. അത് കണ്ടതും അവളുടെ തോളിലൂടെ കൈയിട്ടവൻ തന്നിലേക്ക് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ടൊന്ന് പുഞ്ചിച്ചു കാട്ടി. അപ്പോഴേക്കും പിണങ്ങിയോ എൻ്റെ പെണ്ണ്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേടോ. കുറച്ചു നേരത്തേക്ക് പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് തന്നെ ഐസിയുവിനകത്തേക്ക് കയറ്റിയപ്പോഴായിരുന്നു. ഒരു തരം വേർപ്പ് മുട്ടലായിരുന്നു എൻ്റെ ഈ മനസ്സു നിറയെ. ഈശ്വരവിശ്വാസിയൊന്നും അല്ല ഞാൻ. എന്നിട്ടും തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അന്നേരം പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു മോളെ. ഇതുപോലെ എൻ്റെ പെണ്ണിനെ എനിക്ക് തിരികെ തരണേ എന്ന് മാത്രമേ ഞാൻ ആ സമയം മുഴുവനും അപേക്ഷിച്ചിട്ടുള്ളൂ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറയവേ അവൻ്റെ ശബ്ദം ഇടറുന്നത് അവളും അറിയുന്നുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് വേദ പെട്ടെന്ന് അവൻ്റെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് കണ്ണിറുക്കി കാട്ടിയത്.
എനിക്കറിയാം ഈ മനസ്സ് നിറയെ ഞാനാണെന്ന്. എങ്കിലും എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരുന്ന അന്തേട്ടന് സമാധാനം കിട്ടില്ലല്ലോ അല്ലേ? അവൾ അതും പറഞ്ഞുകൊണ്ട് ഒരു കുറുമ്പോടെ അവൻ്റെ മീശ പിരിച്ചു വലിച്ചതും വേദനയോടെ അവൻ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. ആ നോട്ടവും ഇഷ്ടപ്പെട്ടതുപോലെ അവൾ അവൻ്റെ തോളിലേക്ക് തലചാരി വെച്ച് കിടന്നപ്പോഴായിരുന്നു പെട്ടെന്ന് വരുൺ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. അവനെ കണ്ടപാടെ ഒരു ചമ്മലോടെയാണ് വേദ പെട്ടെന്ന് തന്നെ അനന്തുവിൻ്റെ തോളിൽ നിന്നും തലയെടുത്തു മാറ്റിയത്. അനുവാദം ചോദിക്കാതെയുള്ള തൻ്റെ ഈ കടന്നുവരവ് മോശമായി പോയല്ലോ എന്ന് വരുണിനും തോന്നിയത് അന്നേരമായിരുന്നു. അവൻ റൂമിൻ്റെ ഡോറിനടുത്ത് നിന്നുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും അല്ലാത്തൊരു നിൽപ്പ് തുടർന്നപ്പോഴാണ് അനന്തുവിന് അവൻ്റെ ആ നിൽപ്പ് കണ്ട് പെട്ടെന്ന് ചിരി വന്നത്. ഡാ വരുണേ, അവിടെ നിന്ന് പതുങ്ങാതെ നീയൊന്ന് ഇങ്ങോട്ട് കയറി വാടാ. അനന്തുവിൻ്റെ ആ വിളി കേട്ടപ്പോഴായിരുന്നു വരുണിൻ്റെ മനസ്സിനൊരല്പം ആശ്വാസം തോന്നിയത്. പിന്നെ ഒരു പുഞ്ചിരിയോടെ അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സോറിടാ, ഞാൻ ഡോറിലൊന്ന് തട്ടി വിളിക്കണ്ടായിരുന്നു അല്ലേ? അതെ അതെ, അല്ലെങ്കിൽ നിനക്ക് പണ്ടേ ആ വക മര്യാദകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചിരി അടക്കി പിടിച്ചുകൊണ്ട് അനന്തു അവനെ നോക്കിയത് പറയുമ്പോൾ വരുണിൻ്റെ മുഖം അറിയാതെ ഒന്ന് താഴ്ന്നു പോയി. അത് കണ്ട ഉടനെ അനന്തു അവൻ്റെ കൈക്കിട്ട് ഒരു ഇടി കൊടുത്തുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. ഒന്ന് പോടാ അവിടുന്ന്, അവൻ്റെ ഒരു മാനേഴ്സ് വന്നിരിക്കുന്നു. തട്ടിയും മുട്ടിയൊക്കെ വിളിച്ചിട്ട് വരാൻ ഇതെന്താടാ ഞങ്ങളുടെ ബെഡ്റൂമാണോ? ഓ സോറിടാ, വിട്ടുകളാ, ഞാൻ ചോദിച്ചത് തന്നെ ഇങ്ങി തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ വഴിക്ക് വാ മോനെ. അനന്തു അവനെ നോക്കിയത് പറയവേ വരുൺ വേദയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം നീ പോയ കാര്യം എന്തായെന്ന് പറ വരുണേ. ആ CCTV ഫുട്ടേജിനെ കുറിച്ച് എന്തേലും വിവരം അവിടുത്തെ ടീച്ചേഴ്സ് നിന്നോട് പറഞ്ഞോടാ? വാക്കുകളിലും കണ്ണുകളിലും ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടവൻ അവൻ്റെ ചോദ്യത്തിനു മുൻപിൽ മറുപടി പറയാൻ തുടങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന് അവിടേക്ക് അച്ചുവേട്ടൻ കയറി വന്നത്. അതിനു പുറമെ അച്ചുവേട്ടൻ്റെ കൂടെ അമ്മയെയും ഏട്ടത്തെയും കണ്ട ആശ്ചര്യത്തിലും ഞെട്ടലിലുമായിരുന്നു വേദ. അവരെയെല്ലാം ഒരുമിച്ച് കണ്ടതോടെ അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നും കൊട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോഴാണ് രേണുക ഓടി വന്ന് അവളെ തടഞ്ഞു നിർത്തിയത്. എന്താ ഇത് മോളെ, സുഖമില്ലാണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളുടെ കവിളി തഴുകിക്കൊണ്ട് രേണു അത് പറയുമ്പോൾ വേദ ഒരു നിമിഷം കണ്ണെടുക്കാതെ ആ സ്നേഹത്തെ തിരിച്ചറിയുകയായിരുന്നു. വേദയോടുള്ള അമ്മയുടെ പെരുമാറ്റം അനന്തുവിനും ആശ്വാസം നൽകിയെന്ന സന്തോഷത്തിൽ അച്ചു അവൻ്റെ അരയിലൂടെ കൈയിട്ട് അവനെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഒരേ വയറ്റിൽ പിറന്നവർ തമ്മിലുള്ള അകൽച്ചയും വിരോധവുമെല്ലാം മറന്നുകൊണ്ട് അവർ പരസ്പരം ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച രേണുക എന്ന അമ്മയുടെ മനസ്സിലേക്കും ആ നിമിഷത്തിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നതിന് കാരണമാവുകയായിരുന്നു. എന്നാൽ അപ്പോഴും മനസ്സ് ശാന്തമാകാതെ പറയാൻ വന്ന കാര്യം അറിയിക്കാൻ കഴിയാത്ത വീർപ്പുമുട്ടലോടെ നിൽക്കുന്ന വരുണിനെ കണ്ടപ്പോൾ അനന്തു അവർക്കിടയിൽ നിന്നും അവനെയും കൂട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. എന്താടാ നിന്റെ മുഖത്ത് ഇത്രയേറെ ടെൻഷൻ? നീ എന്തോ പറയാൻ വന്നപ്പോഴാണല്ലോ അവരൊക്കെ കയറി വന്നത്. അതെ, അവരുടെ മുൻപിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഇപ്പോഴുള്ള സമാധാനവും സന്തോഷമൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോകും അനന്തു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചൊന്നും പറയാതിരുന്നത്. നീ ഇങ്ങനെ വളച്ചു കിട്ടാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ. എടാ അനന്തു, കോളേജിലെ ടീച്ചർ നിന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. CCTV ഫുട്ടേജിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. വേദയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ആ ക്ലാസ് മുറിയിൽ ഒരു പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതും സത്യം തന്നെയാ. വേദ ഇരിക്കുന്ന ബെഞ്ചിന് താഴെ നിന്നും അത് ഇഴഞ്ഞു പോകുന്ന ചിത്രങ്ങളെല്ലാം തന്നെ CCTV ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ് തന്നെയാ ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. പക്ഷേ അടഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറിയിലേക്ക് അതെങ്ങനെ എത്തിയെന്നതിൽ എല്ലാവർക്കും ഒരുപോലെ സംശയമുണ്ട്. കാരണം അതിനു മുൻപുള്ള വീഡിയോ ക്ലിപ്പുകളെല്ലാം വളരെ ഇരുട്ട് നിറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതായത് ഒന്നും വ്യക്തമല്ല എന്നർത്ഥം. ഇങ്ങനെ ഒരു സാഹചര്യം കോളേജിൽ ഇതിൽ ആദ്യമായിട്ടാണ് പ്രിൻസിപ്പൽ പോലും പറഞ്ഞത്. അതെ, പ്രിൻസിപ്പൽ പറഞ്ഞത് ശരിയായിരിക്കാം വരണേ. അങ്ങനെ ഒരു സാഹചര്യം കോളേജിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരിക്കാം. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതായിക്കൂടെ? നീ എന്താ എന്തു പറഞ്ഞു വരുന്നത്? അതേടാ, വേദയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ആരോ ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് CCTV ഫുട്ടേജിൽ കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്നും കാണാത്ത ഒരു മറ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ അനന്തു? ഉണ്ട്. വേറെ ആരുമല്ല, ഭദ്രേ. അവളെ എനിക്ക് നല്ല സംശയമുണ്ട്. വേദയോട് അവൾക്ക് തീർക്കാൻ തീരാത്ത അത്രയും പകയുണ്ട്. പുറമേ അവൾ ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളു നിറയെ വിഷമാണ് വരുണേ. നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവളാണ് ചെയ്തതെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ അനന്തു. കാരണമില്ലാതെ അവളെ കുറ്റപ്പെടുത്തിയാൽ അതിനെതിരെ ആദ്യം മുന്നോട്ട് എതിർക്കാൻ വരുന്നത് നിന്റെ അച്ഛൻ തന്നെയായിരിക്കും.
നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേടാ. ഭദ്രയുടെ നേരെ നീ തിരിഞ്ഞെന്നറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ. അതെ, ഇതിൻ്റെ പേരിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഞാനും കാണുന്നുണ്ട് വരുണേ. എന്ന് കരുതി എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചവളോട് എനിക്കൊരിക്കലും ക്ഷമിക്കാനാവില്ലല്ലോടാ. ഇല്ല, ഇങ്ങനെ ഒരു കാര്യം ചെയ്തവളോട് ആർക്കും ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷേ അവളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് എല്ലാവരെയും നീ ബോധ്യപ്പെടുത്തണം അനന്തു. അതിന് നിന്റെ എടുത്തുചാട്ടം അവസാനിപ്പിച്ച് സാവധാനത്തിലൊന്ന് ആലോചിക്കേ. അവളെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ കയ്യിൽ എത്താതിരിക്കില്ല. അനന്തുവിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അനന്തു തൻ്റെ ദേഷ്യത്തെ സ്വയം നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്നേരം ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ട് വിശ്വംഭരൻ പുറത്തു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് വനജ കള്ളക്കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടി വന്നത്. എന്നാലും എൻ്റെ ഏട്ടാ, ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മോൾ അതിന് മാത്രം എന്ത് മഹാപാപാ നിങ്ങളോടൊക്കെ ചെയ്തത്. വനജയുടെ സംസാരത്തിലെ പൊരുൾ എന്തെന്ന് മനസ്സിലാവാതെ വിശ്വം വേഗം ചെടി നനയ്ക്കുന്നത് മതിയാക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ വനജയെ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം എന്തു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്? ഇനി ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ ഏട്ടാ? ഏട്ടനൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും പാമ്പ് കടിച്ച ആ അനാഥ പെണ്ണിനൊപ്പം കൂട്ടിരിക്കാൻ പോയിരിക്കല്ലേ ആശുപത്രിയിലേക്ക്. അവൾ ചെയ്ത മഹാപാപത്തിന് ദൈവം ശിക്ഷ കൊടുത്തിട്ട് പോലും ഇവിടെ ഉള്ളവർക്കൊക്കെ അവളോടാണല്ലോ ഏട്ടാ സഹതാപം. ഏട്ടനും അതിനൊക്കെ മൗനാനുവാദം കൊടുത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൾ കാരണം കണ്ണീരിലായ എൻ്റെ മോളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനോ അവളുടെ സങ്കടങ്ങളൊന്ന് ചോദിച്ചറിയാനോ ഒന്നും ഇവിടെ ആർക്കും നേരമില്ല. ഇക്കണക്കിന് അച്ഛവും ഏട്ടത്തെയും കൂടി അനന്തുവിനെയും ആ പെണ്ണിനെയും ഇവിടേക്ക് വിളിച്ചു കയറ്റിയാൽ പോലും ഏട്ടൻ ഒന്നും പറയാതെ അതിന് സമ്മതം നൽകില്ലേ. അതോടുകൂടി എൻ്റെ മോളുടെ അവസ്ഥ പിന്നെ എന്താകുമെന്ന് ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹിച്ച പുരുഷൻ മറ്റൊരുത്തിയുമായി സുഖിച്ചു കഴിയുന്നത് എൻ്റെ കുട്ടി കൺമുന്നിൽ നോക്കി നിൽക്കേണ്ടി വരില്ലേ ഏട്ടാ? അതാ പാവത്തിന് എത്രമാത്രം വേദനയുണ്ടാക്കുമെന്ന് ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? കൈലാസത്തിലെ മരുമകളാവണമെന്ന് എൻ്റെ കുട്ടി ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാണ്. എന്നാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് വെറുതെ ആയി പോയില്ലേ. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി തീർന്നില്ലേ ഏട്ടാ? മൂക്ക് ചീറ്റിയും കണ്ണു തുടച്ചും വനജ കാട്ടിക്കൂടുന്ന കള്ളക്കണ്ണീരിന് മുൻപിൽ ഒരു നിമിഷം ഉത്തരം പറയാൻ കഴിയാതെ വിശ്വംഭരനാകെ നിശ്ചലനായി നിന്നു. തൻ്റെ മകൻ്റെ ഭാര്യയാകാനുള്ള അവകാശം നിഷേധിച്ചെങ്കിലും ഭദ്ര എന്നും തനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന് തനിക്കറിയാം. എന്നിട്ടും തൻ്റെ സഹോദരിയുടെ വിഷമത്തിനൊരു പരിഹാരം കാണാൻ തനിക്കാവുന്നില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ അയാൾ വനജയുടെ തോളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്ര എൻ്റെ മകള് മാത്രമല്ല വനജെ, എൻ്റെ മരുമകളും കൂടിയാണ്. അതിനവളെ എൻ്റെ മകൻ താലിയെട്ടണമെന്നൊന്നുമില്ല. ഈ വീട്ടിലെ പുകഞ്ഞുകൊള്ളി ആയിട്ടെ എൻ്റെ മകൻ അനന്തുവിനെയും അവൻ്റെ ഭാര്യയെന്ന് പറയുന്നവളെയും ഞാൻ എപ്പോഴും കണക്കാക്കിയിട്ടുള്ളൂ. അതൊരിക്കലും ഇനി മാറാനും പോകുന്നില്ല. ഈ വീട്ടിലുള്ള മറ്റുള്ളവർ അവനോടും അവൻ്റെ ഭാര്യയോടും കാണിക്കുന്ന അടുപ്പം നിന്റെ മനസ്സിനെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും എന്നെ ഒരിക്കലും ബാധിക്കില്ലെന്ന് ഈ ഏട്ടൻ നിനക്ക് വാക്ക് തരിക. എൻ്റെ മകൻ അനന്തു കാരണം ഭദ്ര അനുഭവിച്ച വിഷമങ്ങൾക്ക് പകരം വെക്കാൻ എന്തു നൽകിയാലും മതിയാവില്ലെന്ന് ഈ ഏട്ടൻ അറിയാം. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം നൽകേണ്ടത് ഇപ്പോൾ എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. അതിനായി അവൻ്റെ പേരിലുള്ളതെല്ലാം ഭദ്രയുടെ പേരിലേക്ക് എഴുതി വെക്കാൻ ഞാൻ ഈ നിമിഷം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു വനജെ. അവരുടെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വം ആ മുഖത്തേക്ക് നോക്കി അവരുടെ ഉള്ളം കൈയിൽ സത്യം ചെയ്തു കൊടുത്ത ശേഷം അകത്തേക്ക് കയറി പോകുമ്പോൾ താൻ ആഗ്രഹിച്ചത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ക്രൂരമായ ഒരു ഭാവത്തിൽ വനജ അന്നേരം വിശ്വത്തെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു.